ഹലോ മോളി. അപ്പോൾ ഇന്നത്തെ സീരീസിൽ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേരും നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. നമ്മൾ രണ്ടുപേരും ഒരു എന്താ പറയണ ഒരു ഉം, ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ രണ്ടുപേരും മെൻ്റൽ ഹെൽത്തിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും പാൻ 7, ഞങ്ങൾ രണ്ടുപേരും ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റുകളാണ്. രണ്ടുപേരും ബിസിനസ് ഓണേഴ്സ് ആണ്. രണ്ടുപേരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഒരു സിമിലാരിറ്റീസ് ഉണ്ട് എല്ലാം കൊണ്ടും. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾക്കുള്ള പരിചയം, ഒരു 20 ഇയേഴ്സിന് മേലെയുള്ള പരിചയം. ഞങ്ങൾ ബാംഗ്ലൂർ സെൻറ്റ് ജോൺസിൽ ജോലി ചെയ്തപ്പോൾ തുടങ്ങിയുള്ള പരിചയം. അത് കഴിഞ്ഞ് ഞങ്ങൾ UK വന്നു. UK ഒരേ സമയത്ത് റിക്രൂട്ട് ചെയ്ത് ഒരേ സമയത്ത് വന്നു. അന്ന് തുടങ്ങി, അവിടുന്ന് തുടങ്ങി, നാട്ടിൽ നിന്നേ ഉള്ള പരിചയമാണ് നമുക്ക്. അപ്പോൾ ഒരു 20 വർഷത്തിന് മേലെയുണ്ട് നമ്മൾക്ക് പരിചയം. അവസാനം നമ്മൾ വന്ന് നമ്മൾ ഒരേ പൊസിഷനിൽ 2 ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും നമ്മൾ ബാൻ 7 ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റ് നഴ്സ്, അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങി. അതും ഒരുമിച്ചായി. കോയിൻസിഡൻസ് ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ 9 to 5 ജോലിയുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: എവിടെ എന്നാണ് നമ്മൾക്ക് സമയം കിട്ടണത് ഈ ബിസിനസ് ചെയ്യാനായിട്ട്? എങ്ങനെയാണ് നമുക്ക് സമയം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ മോളിയൊന്ന് എല്ലാവരോടും ഒന്ന് പറയാം, എത്ര മണിക്കൂർ മോളി ദിവസത്തിൽ സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആഴ്ചയിൽ സ്പെൻഡ് ചെയ്യും? കാരണം എല്ലാ ദിവസവും നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് കുത്തിയിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾക്ക് നമ്മുടേതായ കുടുംബമുണ്ട്, പിള്ളേരുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ്, നമുക്കൊരു ലൈഫുണ്ട്, വീടിന് പുറത്തുള്ളൊരു സോഷ്യൽ ലൈഫ് ഉണ്ടല്ലോ. അപ്പോൾ മോളി എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്നത്? ഈ ബിസിനസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഓട്ടോമേറ്റഡ് സിസ്റ്റം ആണ്. അപ്പം അതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 2 മണിക്കൂർ നമുക്ക് ഈ ബിസിനസ്സിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റണം. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ നഴ്സിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്ട്രെസ്ഫുൾ ജോബാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. പക്ഷേ ഈ സമയം ഇല്ലാത്ത സമയത്തും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലുണ്ട്. നമ്മൾ വാട്സാപ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നു, എന്തെല്ലാം ഫോർവേഡ് മെസ്സേജ്. എനിക്ക് ആ ഫോർവേഡ് മെസ്സേജ് കാണുമ്പോഴേ ദേഷ്യം വരും. അപ്പോൾ നമ്മൾ അത് എത്രയോ നേരം കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് യൂട്യൂബിൽ നമ്മൾ നോക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നു. അപ്പം നമ്മൾ ശരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മൾ എന്തും വേണ്ടി സമയം ഒരു ഉപയോഗവും ഇല്ലാതെ നമ്മൾ കളയുന്നത്. ആ ഒരു സമയത്തിന്റെ പകുതി സമയം പോലും വേണ്ട ഈ ബിസിനസ് ചെയ്യാൻ. പക്ഷേ അതുണ്ട് മോളെ, ഒരു കാര്യം ഞാൻ സ്റ്റോപ്പ് ചെയ്യട്ടെ. നമ്മൾ ആ ഒരു 2 മണിക്കൂർ ഇപ്പം മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ, റീൽസ് അല്ലെങ്കിൽ യൂട്യൂബ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പേ കിട്ടുവാണെന്ന് വിചാരിക്കണം. നമ്മുടെ ടൈമും എനർജിയും ട്രേഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരാണ് ഏൺ ചെയ്യുന്നത്. കാരണം അവർക്ക് മോണിറ്റൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കാണ് കാശ് കിട്ടുന്നത്, അല്ലേ? പക്ഷെ നമ്മൾക്കൊന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യം വിഡ്ഢികളായ നമ്മൾ അറിയുന്നില്ല, അല്ലേ? ചില കാര്യങ്ങൾ ഇൻഫോർമേറ്റീവ് ആയിരിക്കും, ചില കാര്യങ്ങൾ ഫണ്ണി ആയിരിക്കും, കോമഡി ആയിരിക്കും. ആ കാണുന്ന സമയത്ത് നമ്മൾക്കൊരു ടൈം പാസ്സാണ്. പക്ഷെ അതുകൊണ്ട് പേഴ്സണലി നമ്മൾക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. പ്രത്യേകിച്ച് ഈ വിന്ററിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും യൂട്യൂബ് എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്ന നമ്മൾ പിന്നെ അവിടെ നിന്ന് എണ്ണിക്കാൻ പോലും തോന്നത്തില്ല. അപ്പം ആ സമയം നമുക്ക് എന്തുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളതല്ല, നമുക്ക് നമ്മുടെ കുടുംബത്തിനും ഒക്കെ പ്രയോജനമുള്ളവർക്ക് ഉള്ള സംഭവം നമുക്ക് ചെയ്തു കൂടാ. അപ്പോൾ ഇപ്പം മോളി പറഞ്ഞതുപോലെ 2 മണിക്കൂർ ഡെയിലി ചെയ്യണമെന്ന് ഇല്ല. കാരണം പല കാര്യങ്ങളും ഈ ട്രെയിനിങ്ങിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, പല കാര്യങ്ങളും നമ്മൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉള്ളത് കൊണ്ടും. അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇപ്പോൾ 1 മാസത്തേക്കുള്ള കാര്യങ്ങൾ പോലും നമ്മൾക്ക് എല്ലാം ചെയ്തു വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് കുത്തിയിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു ദിവസം, ഇന്നിപ്പോൾ സാറ്റർഡേ, അതുപോലെ നമ്മളായിരിക്കുന്ന ദിവസം എന്താന്ന് വെച്ചാൽ ആ സമയത്ത് കുറെ കാര്യങ്ങൾ ചെയ്തു വെക്കാൻ പറ്റുവാണെങ്കിൽ പിറ്റേ ദിവസം ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. തന്നെയാണ്. നമ്മളിപ്പോൾ എവിടെ ആയിരുന്നാലും, ഇപ്പം നമ്മൾ ഹോളിഡേ പോയാലും നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാം. വൈഫൈ ഉണ്ടെങ്കിൽ അതെ, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. സമയം എന്ന് പറയുന്ന സാധനം ആരും നമുക്ക് കൊണ്ടുപോയി തരുന്നതല്ല. എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ ആരും നമുക്ക് കൊണ്ടുപോയി തരുന്നതല്ല. പക്ഷേ ആ 24 മണിക്കൂറിൽ നിന്ന് നമ്മുടെ ഒരു 10 മണിക്കൂറത്തെ ജോലി, 14 മണിക്കൂറത്തെ ജോലി കഴിഞ്ഞാൽ നമ്മൾക്ക് എപ്പോഴെങ്കിലും 1 മണിക്കൂർ നമ്മൾക്കായിട്ട് വേണ്ടി കണ്ടെത്താനായിട്ട് പറ്റും, ഇതിൻ്റെ അകത്ത് ശരിക്കും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്യുക, ആ ഒരു കമ്മിറ്റ്മെൻറ്റിന് തയ്യാറാണെങ്കിൽ. അല്ലാതെ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യുക. ഞാനും മോളിയും ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അതെ, ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്.